നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. ദില്ലി വനിതാ കമ്മീഷന് ഒടുവിൽ പുതിയ നേതൃത്വം. 2 വർഷത്തിലേറെയായി ഒഴിഞ്ഞുകിടന്നിരുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് BJP നേതാവായ ലതാ ഗുപ്തയെ നിയമിച്ചതായി ദില്ലി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചു. കമ്മീഷൻ അംഗങ്ങളായി ശ്യാം ബാല, മാൾതി വർമ്മ, ലതാ സിദ്ധി, സംരക്ഷിക ശർമ്മ ഝാ, രേണു ഭല്ല എന്നിവരെയും നിയമിച്ചു. പുതിയ അധ്യക്ഷയ്ക്കും കമ്മീഷൻ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ. വാഹനാപകടത്തിൽ യുവ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. ജനം TV തിരുവനന്തപുരം ബ്യൂറോയിലെ ക്യാമറാമാനായ പാർശ്വര സ്വദേശി അഭിജിത്ത് ശ്രീകുമാറാണ് അന്തരിച്ചത്. ഇന്നലെ രാത്രി കാഞ്ഞിരംകുളത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് അഭിജിത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനില്ല. അകാലത്തിൽ പൊലിഞ്ഞ സഹോദരൻ അഭിജിത്ത് ശ്രീകുമാറിന് ആദരാഞ്ജലികൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക കാര്യനിർവഹണത്തിലും ഓഡിറ്റിംഗിലും ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായി ഹൈക്കോടതി. ക്ഷേത്രത്തിൽ ഭക്തർ വഴിപാടായി സമർപ്പിച്ച വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഭൗതിക പരിശോധന കഴിഞ്ഞ 43 വർഷമായി നടത്തിയിട്ടില്ലെന്ന വിവരമടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് കോടതിയുടെ വിമർശനം. ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും രേഖകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം അധികൃതർ കടുത്ത അനാസ്ഥ കാട്ടിയതായി ഹൈക്കോടതി നിരീക്ഷിച്ചു. അയ്യപ്പന്റെ മുതൽ കട്ടവന്മാർ ഗുരുവായൂരപ്പനെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? കാവേരി നദീജല തർക്കത്തിൽ കർണാടക മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നീക്കത്തിനെതിരെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിഷേധം ശക്തമാക്കുന്നു. വിഷയത്തിൽ പരമ്പരാഗതമായി തമിഴ്നാട് സ്വീകരിച്ചു വരുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ ഈ നീക്കത്തിൽ നിന്ന് വിജയ് പിന്മാറണമെന്ന് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. നേരിട്ടുള്ള ചർച്ചകൾക്ക് പകരം സുപ്രീം കോടതി വഴിയുള്ള നിയമ പോരാട്ടമാണ് എന്നും തമിഴ്നാട് സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴിന് ഒരു തുള്ളി വെള്ളം കിട്ടാതിരിക്കാനുള്ള എല്ലാ വഴിയും നോക്കുക എന്നതാണ് നടപ്പ് രീതി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം നയിച്ച കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ദില്ലിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ആഘോഷം സംഘടിപ്പിച്ചതിന്റെ വീഡിയോ പുറത്തായിരിക്കുന്നു. ദില്ലിയിൽ വ്യാപക സംഘർഷവും അക്രമങ്ങളും അരങ്ങേറിയതിന് തൊട്ടു പിന്നാലെ സംഘടിപ്പിച്ച ഈ ആഘോഷ പരിപാടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. BJP ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാലയും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ ആക്രമണങ്ങളുടെയും സംഘർഷങ്ങളുടെയും വിജയത്തിന്റെ ആഘോഷമാണ് സംഘികളെ അവർ നടത്തിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമില്ല. കേസിലെ മുഖ്യപ്രതിയായ ഡോക്ടർ MK റാമിനെ 5 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിട്ടു. നാടകീയ സംഭവ വികാസങ്ങൾക്കും നിയമപരമായ വിവാദങ്ങൾക്കും ഒടുവിലാണ് അന്വേഷണ സംഘത്തിന് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള അനുമതി ലഭിക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലും കോടതിയുടെ സാന്നിധ്യത്തിലാക്കേണ്ടി വരാതിരുന്നാൽ ഭാഗ്യം. BJPക്കെതിരെ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ സംഘടിതമായ രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമായ വാർത്തകൾ പടച്ചുവിട്ടാൽ കേരളത്തിലെ ജനങ്ങൾ അത് തള്ളിക്കളയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പാർട്ടിക്കെതിരെ നിലവിൽ പുറത്തുവന്ന വാർത്തകൾ പരിപൂർണമായി വസ്തുതാവിരുദ്ധവും സ്ഥിരീകരിക്കപ്പെടാത്തതുമാണ്. ഈ വാർത്തകൾ തയ്യാറാക്കിയ മാധ്യമപ്രവർത്തകർ BJPയുടെ മീഡിയ ടീമുമായി ബന്ധപ്പെടാനോ വിവരങ്ങൾ സ്ഥിരീകരിക്കാനോ ഉള്ള സാമാന്യ മര്യാദ പോലും കാണിച്ചിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിങ്ങിനേക്കാൾ ഉപരിയായി സാങ്കല്പിക കഥകൾക്കാണ് ഇത്തരം വാർത്തകളിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. BJP സംബന്ധിച്ചുള്ള വാർത്ത മലയാള മാധ്യമങ്ങളിൽ വന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, അത് വ്യാജ വാർത്ത ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള വൻ കരാറിൽ ഔദ്യോഗിക പ്രതികരണം അറിയിക്കാൻ ഫ്രാൻസ് സമയം നീട്ടിച്ചോദിച്ചു. ഇന്ത്യ നൽകിയ ഔദ്യോഗിക അഭ്യർത്ഥനാ കത്തിന് ഓഗസ്റ്റ് പകുതിയോടെ മറുപടി സമർപ്പിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രതിരോധ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. കഴിഞ്ഞ മെയിലാണ് ഇന്ത്യ ഇത് സംബന്ധിച്ച ആവശ്യരേഖകൾ ഫ്രാൻസിനെ കൈമാറുന്നത്. ഫ്രാൻസിന്റെ ഔദ്യോഗിക പ്രതികരണം ലഭിച്ച ശേഷമായിരിക്കും വിമാനങ്ങളുടെ വില, സാങ്കേതിക കൈമാറ്റം ഉൾപ്പെടെയുള്ള മറ്റ് നിർണായക വിഷയങ്ങളിലെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുക. സർക്കാർ തലത്തിൽ നേരിട്ട് നടത്തുന്ന ഈ ബൃഹത്തായ പദ്ധതി പ്രകാരം 114 വിമാനങ്ങളിൽ 94 എണ്ണവും ഫ്രഞ്ച് വിമാന നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ ഇന്ത്യൻ കമ്പനിയുമായി ചേർന്ന് ഇന്ത്യയിൽ തന്നെയായിരിക്കും നിർമ്മിക്കുക. ഡീലിന് പാര വയ്ക്കാനുള്ള സകല വഴികളും പപ്പു ഉടനെ തന്നെ നോക്കുന്നതാണ്. ഋഷഭ് ഷെട്ടിയെ നായകനാക്കി സന്ദീപ് സിംഗ് ഒരുക്കാൻ പോകുന്ന ദി പ്രൈഡ് ഓഫ് ഭാരത് ഛത്രപതി ശിവാജി മഹാരാജിലെ താരനിരയിലേക്ക് കൂടുതൽ താരങ്ങൾ. പ്രശസ്ത അഭിനേതാക്കൾ മുതൽ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സാങ്കേതിക വിദഗ്ധർ വരെ അണിനിരക്കുന്ന ചിത്രം ഒരു അസാധാരണ ടീമിനെയാണ് ക്രമാനുഗതമായി കോർത്തിണക്കുന്നത്. നടി ഭൂമി സതീഷ് പെട്നേക്കറാണ് ചിത്രത്തിലെ നായികാവേഷത്തിൽ എത്തുന്നത്. ധൈര്യത്തിനും അചഞ്ചലമായ മനോഭാവത്തിനും ഓർമ്മിക്കപ്പെടുന്ന
നിർഭയ യോദ്ധാവ് രാജ്ഞി ബലവാടി മല്ലമ്മയുടെ വേഷമാണ് ഭൂമി അവതരിപ്പിക്കുന്നത്. ഇതിഹാസ യോദ്ധാവ് രാജാവ് ഛത്രപതി ശിവാജി മഹാരാജായി ഋഷഭ് ഷെട്ടി വേഷമിടുന്ന ചിത്രത്തിൽ അർജുൻ രാംപാൽ, വിവേക് ഓബ്രോയ് എന്നിവരും പ്രശസ്തരായ കലാകാരന്മാരുടെ ഒരു സംഘവും തന്നെ അണിനിരക്കുന്നുണ്ട്. പുതിയ വേട്ടയാടലാണല്ലോ അതാ. യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഭാരത സബ് ജൂനിയർ ആൺകുട്ടികൾ തങ്ങളുടെ ചിരവൈരികളായ പാകിസ്ഥാനെ 7-3 ആതിഥേയരായ ഒമാനെ 10-1 പരാജയപ്പെടുത്തി. ഏഷ്യൻ യൂത്ത് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ പരമ്പരാഗത വൈരികളായ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യക്ക് തകർപ്പുകയും. ആവേശകരമായ മത്സരത്തിൽ മികച്ച പോരാട്ട വീര്യം പുറത്തെടുത്താണ് ഭാരതീയ യുവനിര വിജയം സ്വന്തമാക്കിയത്. 7-3 എന്ന വമ്പൻ സ്കോറിനാണ് ഭാരതത്തിന്റെ വിജയം. പാക്കികളെ പരാജയപ്പെടുത്തുന്നത് പുതുമയല്ല എങ്കിലും അവന്മാരുടെ ഓരോ തോൽവിയും ഒരു ഹരമാണ്. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.